ദൃശ്യം 1 പോലെ ആയിരുന്നില്ല 2 പോലെ അല്ല 3. That man is a classic criminal and he's scot free. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദൃശ്യം 3 ആയിരിക്കും. സത്യസന്ധമായിട്ട് പറയട്ടെ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വരിക. എനിക്ക് അതിൻ്റെ ഒരു ഭയം എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ട് 2ന്റെ സ്ക്രിപ്റ്റിങ്ങിനകത്ത് റൈറ്റർ വന്നു, അത് കഴിഞ്ഞിട്ടുള്ള ഇതില്ലേ ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ മുകളിലായിരിക്കും. ഇതങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്കിനി അതിൻ്റെ മുകളിലുള്ള അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിങ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. 3യെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഓർഗാനിക്കലി ഒരു 4 വർഷത്തിന് ശേഷം ഈ ഫാമിലിയിൽ എന്തൊക്കെ സംഭവിക്കാം, സൊസൈറ്റിയിൽ എന്തെല്ലാം സംഭവിക്കാം, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ പുതിയ പ്രശ്നങ്ങൾ എന്തായിരിക്കും. അപ്പോൾ 1ൽ നിന്ന് 2 8 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് എഴുതിയത് അതേപോലെ തന്നെ എപ്പോഴും എഴുതിയേക്കുന്നത്. ദൃശ്യവും കുറച്ചുകൂടി ഇമോഷണലായത്, തവണത്തെ ദൃശ്യം കുറച്ചുകൂടി ഇമോഷണൽ ആംഗിളിലാണ് പോകുന്നത്. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഇവരുടെ ഫാമിലിയെ ചുറ്റിപ്പറ്റി കുറച്ചുകൂടെ കൂടുതൽ നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ ജോർജ് ഊട്ടി സെൻറ്റേർഡ് ആണ്. ആ വ്യക്തിയുടെ ഒരു ഇമോഷൻ്റെ ഒരു ആംഗിൾ നമ്മൾ അധികം വർക്ക് ചെയ്തിട്ടില്ല. അപ്പം കുറച്ചുകൂടെ ഞാൻ ജോർജ് ഊട്ടിലേക്കാണ് ഇത്തവണ കോൺസെൻട്രേറ്റ് ചെയ്തത്. 3ലേക്ക് വരുമ്പോൾ അവിടെ രഹസ്യങ്ങളൊന്നുമില്ല. എന്ത് രഹസ്യം? എല്ലാവർക്കും എല്ലാം അറിയാം. അത് ജോർജ് ഊട്ടിയുടെ ഫാമിലിക്കും അറിയാം. ആ രീതിയിലാണ് കഥ പോകുന്നത്. ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒളിക്കാനൊന്നുമില്ല. പിന്നെ അവരായിട്ടൊന്നും പറയലായിരിക്കും, പക്ഷെ അവർക്കറിയാം, പുറത്തുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്നുള്ളത്. പിന്നീട് അവരുടെ ലൈഫ് എന്താണ്, അതൊക്കെയാണ് ദൃശ്യം 3.